2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ബഹുദൂരം പിന്നിലാക്കി ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ ബിജെപിയെ പ്രാപ്തമാക്കിയ മുഖ്യ ഘടകങ്ങളിലൊന്ന് സൈബർ ലോകത്ത് അവർ നേടിയ മേൽക്കൈയായിരുന്നു എന്നതാണ് എതിർപക്ഷം ആരോപിക്കുന്നത്. അതേസമയം ആ ബിജെപിക്ക് സൈബർ ലോകത്ത് പിടിവിട്ടതായാണ് ഇപ്പോൾ കോൺഗ്രസ് വീണ്ടും ആരോപിക്കുന്നത്. ഒരാഴ്ച മുമ്പ് ഹാക്ക് ചെയ്യപ്പെട്ട സ്വന്തം വെബ്സൈറ്റ് തിരികെ കൊണ്ടുവരാൻ ബിജെപിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാർച്ച് 5-ാം തീയതിയാണ് ബിജെപി വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതായി കാണപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും സ്ക്രീൻഷോട്ടുകളും അസഭ്യ പരാമർശങ്ങളുമാണ് വെബ്സൈറ്റിൽ നിറഞ്ഞത്. ഉദാഹരണത്തിന് ജർമ്മൻ ചാൻസലർ അഞ്ചല മെർക്കലിന് ഷെയ്ക്കാൻ നൽകാൻ ശ്രമിക്കുന്ന മോദിയോട് ക്ഷമിക്കണം, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് അവർ നടന്നു പോകുന്ന എഡിറ്റഡ് വീഡിയോ പോലുള്ളവ. ബൊഹീമിയൻ റാപ്സോഡി മ്യൂസിക് വീഡിയോയും ഇതിനൊപ്പം ഷെയർ ചെയ്തിരുന്നു. മോദിയുടെ ചിത്രം കൊടുത്തിട്ട് താഴെ കൊടുത്ത കമന്റ് ഇപ്രകാരമാണ്: സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെയെല്ലാം മണ്ടന്മാരാക്കിയിരുന്നു. ഞങ്ങൾ നിങ്ങളെയെല്ലാം മണ്ടന്മാരാക്കിയിരിക്കുന്നു. കൂടുതൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അഭിനന്ദനങ്ങൾ. ഹാക്ക് ചെയ്യപ്പെട്ട വെബ്സൈറ്റ് തിരികെ കൊണ്ടുവരാൻ ബിജെപി ആവുന്നത്ര ശ്രമിച്ചിട്ടും നടന്നില്ല. ഹാക്കർമാർ കൊണ്ടുവന്ന ഉള്ളടക്കം മായ്ക്കാനായെങ്കിലും വെബ്സൈറ്റിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാൻ ഇതുവരെ ബിജെപിയുടെ സൈബർ പുലികൾക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി ബിജെപിയുടെ പേജ് തുറക്കുമ്പോൾ വി വിൽ ബി ബാക്ക് സൂൺ എന്ന സന്ദേശമാണ് കാണുന്നത്. അസൗകര്യം നേരിട്ടതിൽ ഖേദിക്കുന്നു. ചില അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തിരിച്ചെത്തുമെന്നാണ് തുടർന്ന് കാണിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ പരിഹാസം ഏറ്റുവാങ്ങുകയാണ് ബിജെപി. ബിജെപിയുടെ വെബ്സൈറ്റ് നിങ്ങൾ ഇപ്പോൾ നോക്കിയില്ലെങ്കിൽ പിന്നീട് കാണില്ലെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെ ദിവ്യ സ്പന്ദനയുടെ പരിഹാസം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഹാക്ക് ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ പാർട്ടിയുടെ വെബ്സൈറ്റ് തന്നെ ഹാക്ക് ചെയ്തെന്നും പക്ഷേ തെളിവ് ചോദിക്കരുതെന്നുമായിരുന്നു ആം ആദ്മി പാർട്ടി നേതാവ് സൗരഭ് ഭരദ്വാജിയുടെ പ്രതികരണം. വെബ്സൈറ്റ് തിരിച്ചു പിടിക്കാൻ ബിജെപിയെ ഞങ്ങൾ സഹായിക്കണമെന്ന് ഇടയ്ക്ക് രാഹുൽ ഗാന്ധി ചോദിച്ചതായിരുന്നു പരിഹാസത്തിൽ ഏറ്റവും മാരകമായത്. എന്നാൽ ബിജെപി വെബ്സൈറ്റ് മിനിറ്റുകൾ മാത്രമേ ഹാക്ക് ചെയ്യപ്പെട്ടുള്ളൂ എന്ന അവകാശവാദവുമായാണ് കേന്ദ്ര IT മന്ത്രി രവിശങ്കർ പ്രസാദ് രംഗത്ത് വന്നത്. വെബ്സൈറ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ഒരാഴ്ചയായി സ്വന്തം വെബ്സൈറ്റ് തുറക്കാനാകാത്തതല്ലേ ഹാക്കിംഗ് എന്നാണ് ഇന്ത്യയുടെ IT മന്ത്രിയോട് ട്രോളർമാർ ചോദിക്കുന്നത്. സാധാരണ നിലയിൽ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെട്ടാൽ മണിക്കൂറുകൾ കൊണ്ട് തിരിച്ചെടുക്കുകയാണ് പതിവ്. എന്നാൽ വളരെ കനപ്പെട്ട ആക്രമണമാണ് ബിജെപി വെബ്സൈറ്റിന് നേരെ ഉണ്ടായിരിക്കുന്നതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വെബ്സൈറ്റ് എപ്പോൾ തിരിച്ചു കൊണ്ടുവരാനാകുമെന്ന് ചോദിച്ചാൽ രവിശങ്കർ പ്രസാദിനും മറുപടിയില്ല. തങ്ങളുടെ വെബ്സൈറ്റ് ആക്രമിക്കപ്പെട്ടുവെന്ന് സമ്മതിക്കാൻ തന്നെ ബിജെപിക്ക് ഒരാഴ്ച വേണ്ടി വന്നു എന്നതാണ് പ്രധാനം. ഹാക്കിംഗ് ഉണ്ടായിട്ടില്ലെന്നായിരുന്നു ബിജെപി IT സെൽ മേധാവി അമിത് മാളവ്യ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നത്. ആദ്യമായി ഇക്കാര്യം സമ്മതിച്ചത് രവിശങ്കർ പ്രസാദ് ആണ്. തിരഞ്ഞെടുപ്പിൽ സൈബർ മേഖലയിൽ തങ്ങൾ കൊണ്ടുവന്ന ബിജെപി കാലങ്ങളായി കൊട്ടിഘോഷിക്കുന്ന മേധാവിത്വമാണ് ഈ ഹാക്കിങ്ങോടെ അവർക്ക് നഷ്ടമായിരിക്കുന്നത്. സ്വന്തം വെബ്സൈറ്റ് സംരക്ഷിക്കാൻ കഴിയാത്തവരാണോ ഇന്ത്യയുടെ സൈബർ സാമ്രാജ്യം സംരക്ഷിക്കാൻ പോകുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.